അത് ഒരു തവണ മാത്രമാണ് പിന്നെ ആത്മഹത്യക്കുള്ള ഒരു ശ്രമം നടത്തിയത്. ആത്മഹത്യക്കുള്ള ശ്രമം നടത്തിയത് പോലും ഈ പിന്നെ അന്വേഷണത്തെ തന്നെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടും കൂടുതലായിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനും വേണ്ടിയിട്ട് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ സർവൈലൻസ് നിർത്തിയപ്പോൾ അവിടുത്തെ ബാത്റൂമിൽ കയറിയിട്ട് ലൈസോൾ കുടിച്ചിട്ട് ചെയ്തതാണ്. അല്ലാത്ത സമയത്ത് പിന്നീട് അറസ്റ്റൊക്കെ രേഖപ്പെടുത്തുന്നത് മെഡിക്കൽ കോളേജിലാണ്. കനത്ത പോലീസ് ബന്ദോബസ്തിലും വനിതാ പോലീസിൻ്റെ നിരീക്ഷണത്തിലുമാണ് പിന്നീട് ഗ്രീഷ്മ കഴിഞ്ഞത്. നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരള മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു പാറശാലയിലെ ഷാരോൺ രാജ് എന്ന ചെറുപ്പക്കാരൻ്റെ മരണം. അതിലെ ശിക്ഷാവിധി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇന്ന് ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, അങ്ങനെ പ്രഖ്യാപിക്കുമെന്ന് കരുതിയിരുന്നു. പക്ഷേ കോടതി അത് മാറ്റിവെച്ചു. അതിശക്തമായ വാദപ്രതിവാദമാണ് ഇന്ന് കോടതി മുറിക്കുള്ളിൽ നടന്നത്. ഗ്രീഷ്മയ്ക്ക് ചെകുത്താൻ്റെ സ്വഭാവമാണെന്നും ഷാരോൺ അനുഭവിച്ച വേദന, 10 ദിവസത്തോളം കടിച്ചു പിടിച്ച വേദന, അത് ശരീരത്തിനേൽക്കുന്നതിനേക്കാളും ഏറ്റവും അധികം അവൻ്റെ മനസ്സിനെയാണ് വേദനിപ്പിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഡോക്ടർമാർ നൽകിയിരിക്കുന്ന മൊഴിയും അത് ശരിവെക്കുന്നു. അപൂർവങ്ങളിൽ ഏറ്റവും അപൂർവമായ ഒരു കേസായി തന്നെ ഇതിനെ പരിഗണിക്കണം. ഇന്ന് ലഭിക്കാവുന്ന, നിയമപരമായി പ്രതിക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷയായിട്ടുള്ള തൂക്കുകയർ തന്നെ ഗ്രീഷ്മയ്ക്ക് നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ഈ സാഹചര്യത്തിൽ ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്നുമുണ്ടായിരിക്കുന്ന ചില വിവരങ്ങൾ, അല്ലെങ്കിൽ അഭിഭാഷകർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഷാരോൺ ബ്ലാക്ക് മെയിൽ ചെയ്യുമെന്ന രീതിയിലുള്ള ചില സൂചനകളായിരുന്നു. പക്ഷേ ശരിക്കുമുള്ള സത്യാവസ്ഥ അത് കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള DYSP KJ ജോൺസൺ വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു തരത്തിലും ഒരു ബ്ലാക്ക് മെയിലും ഉണ്ടായിട്ടില്ല എന്നും, പട്ടാളക്കാരനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടും ഷാരോണുമായി രാത്രിയിൽ മണിക്കൂറുകളോളമായിരുന്നു ഗ്രീഷ്മ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്, ഒരേ സമയം 2 പേരുമായി. അതോടൊപ്പം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഗ്രീഷ്മ നടത്തിയ കാര്യങ്ങൾ കൂടി അന്വേഷണ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തുകയാണ്. ഒട്ടും തന്നെ നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ, ഉത്തരം മുട്ടിയപ്പോഴാണ് ഈ കുറ്റസമ്മതം ഗ്രീഷ്മ നടത്തിയതെന്നും ജോൺസൺ വ്യക്തമാക്കുകയാണ്. മലയാളി വാർത്തയോട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ജോൺസൺ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഈ പ്രതി പറയുന്നത് ശരിയല്ല, ഇതിൽ കോൺട്രാഡിക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പം തന്നെ ഇതിൽ സംശയം കൂടുതലായിട്ട് കനപ്പെട്ടു വന്നു. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ, വസ്തുതകൾ വെച്ചും മറ്റ് തെളിവുകൾ വെച്ച് ചോദിച്ചപ്പോൾ അവസാനം പിടിച്ചു നിൽക്കാനാവാതെ എല്ലാ ഉത്തരവും മുട്ടിയ അവസരത്തിലാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന്, അതും പൂർണ്ണമായിട്ടും പറഞ്ഞില്ല, ചെയ്തു എന്ന് അർത്ഥ രീതിയിൽ സമ്മതിച്ചു. പിന്നീട് അതിന്റെ മറ്റ് തെളിവുകൾ കണ്ടെത്തുന്നതിലേക്കുള്ള അന്വേഷണം. അന്വേഷണവുമായിട്ട് പ്രതി സഹകരിച്ചിരുന്നു. സഹകരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം പഴുതടച്ചിട്ടുള്ള അന്വേഷണമായിരുന്നു. എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയ, ചെറിയ ഇന്ന സ്ഥലത്ത് ഷാരോനുമായിട്ട് പോയി എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോലും അന്വേഷണ ഉദ്യോഗസ്ഥനായ ഞാൻ ടീമും നേരിട്ട് പോയിട്ട് അവിടെയുള്ള നിസ്സാരമെന്ന് കരുതുന്ന സാക്ഷികളെ പോലും കണ്ട് ചോദിച്ചിരുന്നു. ഒരു തെളിവും ഇതിൽ വിട്ടുപോരുന്നെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഗ്രീഷ്മ ആത്മഹത്യാ പ്രവണത കാണിച്ചിരുന്നു എന്നാണ്. സാധാരണ അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളാണ്, അങ്ങനെ ഒന്നിൽ കൂടുതൽ തവണ ആത്മഹത്യാ പ്രവണത കാണിച്ചിട്ടുണ്ട് പെൺകുട്ടി. അത് ഒരു തവണ മാത്രമാണ് പിന്നെ ആത്മഹത്യക്കുള്ള ഒരു ശ്രമം നടത്തിയത്. ആത്മഹത്യക്കുള്ള ശ്രമം നടത്തിയത് പോലും ഈ പിന്നെ അന്വേഷണത്തെ തന്നെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടും കൂടുതലായിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനും വേണ്ടിയിട്ട് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ സർവൈലൻസ് നിർത്തിയപ്പോൾ അവിടുത്തെ ബാത്റൂമിൽ കയറിയിട്ട് ലൈസോൾ കുടിച്ചിട്ട് ചെയ്തതാണ്. അല്ലാത്ത സമയത്ത് പിന്നീട് അറസ്റ്റൊക്കെ രേഖപ്പെടുത്തുന്നത് മെഡിക്കൽ കോളേജിലാണ്. കനത്ത പോലീസ് ബന്ദോബസ്തിലും വനിതാ പോലീസിൻ്റെ നിരീക്ഷണത്തിലുമാണ് പിന്നീട് ഗ്രീഷ്മ കഴിഞ്ഞത്. അത്തരത്തിൽ പിന്നീട് യാതൊരുവിധ സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. ആത്മഹത്യാ പ്രവണത എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് തന്നെ ഒരിടത്ത് പോലും ഗ്രീഷ്മയ്ക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ട് അവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ നാട്ടുകാരോ ഏതെങ്കിലും ഹോസ്പിറ്റലോ അങ്ങനെയൊന്നും ഒരു തരത്തിലുള്ള രേഖകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അത് ഇവർ വാദത്തിന് വേണ്ടി പറയുന്ന. വാദത്തിനിടയിലും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഈ സ്വകാര്യ ദൃശ്യങ്ങൾ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തു, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രൂരകൃത്യത്തിലേക്ക് പോയതെന്ന വാദം ഇന്നും ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു ബ്ലാക്ക് മെയിലിംഗ് അവിടെ ഉണ്ടായിരുന്നു? ഒരു ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടായിട്ടില്ല. ഈ ഷാരോൺ രാജിൻ്റെയും ഗ്രീഷ്മയുടെയും വീഡിയോ ചാറ്റ്സുകളും വീഡിയോകളും ഫോട്ടോകളും എല്ലാം നമ്മൾ നിരന്തരം പരിശോധിച്ചാണ്. അതിലൊന്നും തന്നെ ഇത്തരം ഒരു ഫോട്ടോ പോലും നമുക്ക്, അല്ലെങ്കിൽ ഒരു വീഡിയോ പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിവർ വെറുതെ പറഞ്ഞു. കൊലപ്പെടുത്തണം എന്നുള്ള സാഹചര്യം വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള കെട്ടുകഥകളും മറ്റുള്ള രീതിയിലുള്ള ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയുള്ള ചില സ്റ്റോറീസും ഒക്കെ തന്നെ ഒരുക്കി ഈ ഷാരോൺ രാജിനെ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പ്രതി ശ്രമിച്ചുവെങ്കിലും, അതെ, വിവാഹ നിശ്ചയം നടക്കുമ്പോൾ തന്നെ ഈ ഷാരോൺ രാജുമായിട്ടും നിരന്തരം രാത്രിയിൽ 1 മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ട്. തുടർന്ന് പട്ടാളക്കാരനായ പ്രതിശ്രുത വരനുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്.
അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു പെൺകുട്ടി ചെയ്യുക എന്നുള്ളത് പ്രത്യേകിച്ച് വിവാഹം നിശ്ചയിച്ച ഒരു പെൺകുട്ടി. കാര്യം കൂടി ഒക്ടോബർ 14-ാം തീയതി ഗ്രീഷ്മ ആത്മഹത്യ ചെയ്യാനായിട്ട് ഒഴിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് ഷാരോൺ കുടിച്ചു എന്നാണ് അവസാനമായിട്ട് പ്രതിഭാഗം വാദിച്ചത്. അങ്ങനെ എന്തെങ്കിലും ഈ അന്വേഷണ സമയത്ത് ഗ്രീഷ്മ സമ്മതം നടത്തിയിട്ടുണ്ടോ? അതായത് ഷാരോണിന്റെ നിരന്തരമായിട്ടുള്ള ഇത്തരം ഈ ബ്ലാക്ക് മെയിൽ കാരണം ഈ ഒഴിച്ചു വെച്ച ജ്യൂസ് ഷാരോൺ കുടിച്ചു എന്നാണ് പറയുന്നത്. അതൊക്കെ വെറുതെ പറയുന്നതാണ്. അതായത് ഷാരോൺ രാജിനെ പാറശാലയിലെ വീട്ടിൽ നിന്നും പിന്നെ വശീകരിച്ച് ചാറ്റിങ്ങിലൂടെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണ്. ഈ സമയത്തെന്നാൽ പിന്നെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഗ്രീഷ്മയ്ക്ക് അതങ്ങ് കുടിച്ചാൽ പോരെ. സാർ, ഈ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ ഷാരോണിന്റെ സഹോദരൻ വളരെ ഗംഭീരമായി പോലീസ് സംഘത്തെ സഹായിച്ചിരുന്നില്ല തുടക്കം മുതൽ, അതൊന്ന് പറയാം. അതെ, ഷാരോൺ രാജിന്റെ സഹോദരൻ എന്ന് പറയുന്നത് ഒരു ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ ഈ കഷായമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അയാൾ പിന്നെ ഈ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഇത്തരം പിന്നെ ഈ ഗ്രീഷ്മ പറഞ്ഞ ശരീരവേദനയ്ക്ക് ഉപയോഗിക്കുന്ന കഷായങ്ങൾ ഏതാണ്, അത് പിന്നെ എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, അത് ഉപയോഗിച്ചാലുണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് അന്വേഷണ സംഘത്തിന് കൈമാറി. കൂടാതെ ഗ്രീഷ്മയോട് നേരിട്ട് പലതവണ ചോദിക്കുന്നുണ്ട്, ഇത് ഏത് കഷായമാണ് നിങ്ങൾ കൊടുത്തത്, നീ ഏത് കഷായമാണ് ഷാരോൺ രാജ് കൊടുത്തത്. ചികിത്സയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ചോദിക്കുന്നത്. ഇത് ഏത് കഷായമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് അത് ഡോക്ടർമാർ തന്നെ ചോദിക്കാൻ പറഞ്ഞിട്ടാണ് ഷാരോൺ രാജ് ചോദിക്കുന്നത്. ഇത് പെട്ടെന്ന് അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ഇതിൽ വല്ല മറ്റ് അറിയാതെ ഏതെങ്കിലും വിഷാംശം കലർന്നിട്ടുണ്ടോ കഷായത്തിൽ, അപ്പോൾ അതിനുള്ള ചികിത്സ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷേ അതൊക്കെ അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ ഈ കഷായത്തിൻ്റെ പേരുകൾ തന്നെ മാറ്റി മാറ്റി പറയുകയും ഇട്ടുകൊടുത്ത ബോട്ടിൽ മാറ്റി ഒരു ഫോട്ടോ ഇട്ട് കൊടുക്കുകയും കാലി ബോട്ടിലിൻ്റെ ഫോട്ടോ ഇട്ട് കൊടുക്കുകയും അതിൻ്റെ ലേബൽ കാണിക്കും. അത് ലേബൽ കണ്ടാൽ കൃത്യമായിട്ട് ഏത് കഷായമാണെന്ന് എനിക്കറിയാം എന്ന് ആയുർവേദ ഡോക്ടറായ സഹോദരൻ പറയുമ്പം അത് ലേബൽ ഇളകിപ്പോയി, അത് ലേബൽ കാണുന്നില്ല എന്ന് കള്ളം പറയുകയും ചെയ്തു. അന്വേഷണത്തിന് നിരന്തരമായിട്ട് അല്ലെങ്കിൽ ഈ പിന്നെ ഷാരോൺ രാജ് മരിക്കണം ചികിത്സ കിട്ടാതെ എന്നുള്ള കടുത്ത തീരുമാനത്തിൽ ഉറച്ച് നിന്നിരുന്ന പ്രതി ഇതൊന്നും തന്നെ പിന്നെ തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല ആ സമയത്ത്. ഇങ്ങനെ ഒരു കേസ് സമീപകാലത്ത് എപ്പോഴെങ്കിലും ഉള്ളതായിട്ട് അറിയാമായിരുന്നു ഈ അന്വേഷണ ഘട്ടത്തിൽ? അന്വേഷണ ഘട്ടത്തിൽ അറിയില്ല. ഈ കേസ് അന്വേഷിച്ച DSP ജോൺസൺ, അന്നത്തെ ജോൺസൺ ആണ് ഇപ്പോൾ സംസാരിച്ചത്. ജോൺസൺ അദ്ദേഹം പറയുന്നതനുസരിച്ച് ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത്. നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നുള്ള വാദം ഉയർത്തുന്നു. അതൊന്നും തന്നെ കോടതിയിൽ പ്രസക്തമല്ല. വളരെ പ്ലാനിങ്ങോടുകൂടിയാണ് ഈ കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത്. ശിക്ഷ ഇളവ് ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ ഇത്തരമുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. പ്രതിയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ ഓരോ തെളിവും ശേഖരിച്ചുകൊണ്ടേയിരുന്നു. ചെറുതെന്തോന്ന് പറയുന്ന കാര്യങ്ങൾ പോലും കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. ഗ്രീഷ്മ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് അന്വേഷിക്കാൻ ഒരു പ്രത്യേക ടീമിനെ പോലും നിയോഗിച്ചു. ഏറ്റവും ഒടുവിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ഉത്തരം മുട്ടിയ അവസ്ഥയിലാണ് ഗ്രീഷ്മയ്ക്ക് സത്യം തുറന്നു പറയേണ്ടി വന്നത്. പൂർണ്ണമായും അങ്ങനെ പ്രതി പറഞ്ഞില്ല, ചെയ്തു എന്ന് സമ്മതിക്കുകയായിരുന്നു. സമ്മതിക്കാതിരിക്കാൻ ഒന്നും തന്നെ കഴിയില്ലായിരുന്നു. സാഹചര്യ തെളിവുകളൊക്കെ തന്നെ ശേഖരിച്ചു. ഷാരോണുമായി പ്രതി പോയി എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ താൻ നേരിട്ട് പോയി തെളിവുകളൊക്കെ തന്നെ ശേഖരിച്ചു. നിസ്സാരമെന്ന് തോന്നുന്ന പല സാക്ഷികളെ പോലും നേരിട്ട് വിളിച്ചു വരുത്തി സംസാരിച്ചു. ഒരു തെളിവും വിട്ടുപോകരുത് എന്നുള്ള നിർബന്ധം തങ്ങൾക്കുണ്ടായിരുന്നു. കൂടുതൽ ചോദ്യം ചെയ്യലിന് ഒഴിവാകാൻ വേണ്ടിയാണ് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലെ ബാത്റൂമിൽ കയറി ലൈസോൾ കുടിച്ച് ഒരു ആത്മഹത്യാ നാടകം സൃഷ്ടിക്കാനായി നോക്കിയത്. കാരണം ഇതിനധികം പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോയപ്പോൾ വിവാഹ നിശ്ചയം നടന്ന സമയത്ത് പോലും ഷാരോണുമായി ഗ്രീഷ്മ രാത്രിയിൽ മണിക്കൂറുകളോളം സംസാരിച്ചിരുന്നു. പിന്നീട് പട്ടാളക്കാരനായ പ്രതിസുധ വരനുമായും സംസാരിച്ചു. ഒരു ചെറുപ്പക്കാരൻ്റെ സ്നേഹത്തെ ഗ്രീഷ്മ കൊലപ്പെടുത്തി ഒരു രക്തസാക്ഷിയാക്കി അവനെ മാറ്റി. വളരെ ക്രൂരമായ ഒരു കുറ്റവാളിക്ക് മാത്രമേ അങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കൂ. വളരെ നല്ല പ്ലാനിങ്. അതുകൊണ്ട് പരിശോധനകൾ നടത്തി കൊലപാതകം ഔചാരിതമല്ല, മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണെന്ന് കണ്ടെത്തി. വളരെ വിദ്യാഭ്യാസമുള്ള ഒരു യുവതി തൻ്റെ അറിവിനെ ദുരുപയോഗം ചെയ്താണ് ഈ പ്രവൃത്തിയിലേക്ക് പോയത്. ഷാരോണിൻ്റെ സ്വപ്നങ്ങളെ, ആ കുടുംബത്തിനെ തന്നെ ഗ്രീഷ്മ തകർത്തു. ഒരു തരത്തിലുള്ള മനസ്താപവും പ്രതിക്കില്ല. അതുകൊണ്ട് ഒരു ദയയും കോടതിയിൽ നിന്നും പ്രതി അർഹിക്കുന്നില്ല എന്നാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ വാദം. ന്യൂസ് ഡെസ്ക്, മലബാർ ടൈംസ്.